കൂടുകയാണ്, ആക്സിഡന്റുകൾ കൂടുകയാണ്. വാഹന പെരുപ്പം കൂടുന്നതിനനുസരിച്ച്, ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച്, വാഹന പെരുപ്പം കൂടുന്നതിനനുസരിച്ച്, റോഡുകൾ സൗകര്യം കൂടുന്നതിനനുസരിച്ച് ആക്സിഡന്റുകൾ കൂടുകയാണ്. ആക്സിഡന്റുകൾ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കഴുത്തിന് താഴെ തളർന്നു പോകാൻ സാധ്യത ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അരക്ക് താഴെ തളർന്നു പോകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അബോധാവസ്ഥയിൽ കിടക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അർദ്ധബോധാവസ്ഥയിൽ കിടക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. കിടപ്പിലായി പോവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ആക്സിഡന്റ് സംഭവിച്ച് അതിന് പ്രായം മാനദണ്ഡമാണോ? ലിംഗം മാനദണ്ഡമാണോ? തറവാട് മാനദണ്ഡമാണോ? സമ്പത്ത് മാനദണ്ഡമാണോ? സ്റ്റാറ്റസ് മാനദണ്ഡമാണോ? അധികാരം മാനദണ്ഡമാണോ? അല്ല. ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാവുന്ന ഒരു സിനിമാ നടനുണ്ട്, എൻ്റെ നാട്ടിൽ നിന്ന്, കാലിക്കറ്റുന്ന്, അല്ലേ, ജഗദീഷ് ശ്രീകുമാർ ചേട്ടൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുനിന്ന് ഒരു ആക്സിഡന്റ് പറ്റിയതാണ്. ഇപ്പോൾ വേറൊരാളുടെ സഹായം വേണം എല്ലാ കാര്യത്തിനും. പല്ല് തേക്കാൻ, കുളിക്കാൻ, തലതോർത്താൻ, സഞ്ചരിക്കാൻ, സംസാരിക്കാൻ, അപ്പീടാൻ, മൂത്രമൊഴിക്കാൻ, എല്ലാത്തിനും വേറൊരാളുടെ സഹായം. പൈസൻ്റെ കുറവാണോ? പവറിൻ്റെ കുറവാണോ? ആരാധക വൃന്ദത്തിൻ്റെ കുറവുണ്ടോ? പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ആരാളുള്ളത്? ആവതുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, അധികാരമുള്ള സമയത്ത്, ശേഷിയുള്ള സമയത്ത്, പ്രൗഢിയുള്ള സമയത്ത് നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും. ശരിയാണോ? അല്ലേ? പ്രൗഢിയുള്ള സമയത്ത്, അധികാരമുള്ള സമയത്ത്, ആവതുള്ള സമയത്ത്, ശക്തിയുള്ള സമയത്ത്, സമ്പത്തുള്ള സമയത്ത്, കഴിവുള്ള സമയത്ത്, ശേഷിയുള്ള സമയത്ത് നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും. എന്നാൽ എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു ആക്സിഡന്റ് സംഭവിച്ച് അരക്ക് താഴെ തളർന്നാൽ, കഴുത്തിന് താഴെ തളർന്നാൽ, അർദ്ധബോധാവസ്ഥയിലായാൽ, അബോധാവസ്ഥയിലായാൽ, കിടപ്പിലായി കഴിഞ്ഞാൽ, ആരുമില്ലെങ്കിലും എനിക്ക് ചുറ്റും എന്നെ സ്നേഹിക്കാൻ, എന്നെ കേൾക്കാൻ, എൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ, എൻ്റെ കുടുംബത്തെ ചേർത്തു പിടിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാവണം. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് പാലിയേറ്റീവ് കെയർ. അപ്പം രണ്ടാമത്തെ കാരണം ആക്സിഡന്റുകൾ. എൻ്റെ വീട്ടിലേക്ക്, നിങ്ങളെ വീട്ടിലേക്ക് പാലിയേറ്റീവ് കെയർ പരിചരണം വേണ്ടി വന്നേക്കാം. ആക്സിഡന്റുകൾ കൂടുകയാണ്. മൂന്നാമത്തെ കാരണം ജീവിതശൈലി രോഗങ്ങൾ കൂടുകയാണോ കുറയുകയാണോ? ജീവിതശൈലി രോഗങ്ങൾ കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഹൃദ്രോഗം, അല്ലേ, വൃക്കരോഗം. നമ്മൾ നേരത്തെ പറഞ്ഞു വൃക്കരോഗം. ഈ രോഗങ്ങളെ പേരല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇനി ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മനസ്സിലാക്കേണ്ടത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീവിതശൈലി എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതശൈലി. എന്താ നമ്മുടെ ജീവിതത്തിലെ ശൈലിയിൽ വന്ന മാറ്റം? എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ ശൈലിയിൽ വന്ന മാറ്റം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് ആലോചിക്കുക. എന്ത് മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നത്? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നത് ജീവിതശൈലിയിൽ? ഭക്ഷണം അധികമായി. അപ്പോ ശൈലി എന്ത് മാറ്റാ വന്നത്? ദാരിദ്ര്യം കുറഞ്ഞു. അത്യാവശ്യം സമ്പത്ത് നമ്മുടെ കയ്യിലൊക്കെ വന്നു. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ തുടങ്ങിയത്. ആണോ അല്ലേ? പക്ഷേ അപ്പോൾ നമ്മളെ മനസ്സിലാക്കിയില്ല. ഇനി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക.
പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് പാലിയേറ്റീവ് കെയർ പരിചരണം. എന്താണ് പാലിയേറ്റീവ് കെയർ? ജീവിതത്തെ തകർക്കണ വിധം രോഗം വന്ന വ്യക്തിയെ അയാളുടെ വീട്ടിൽ പോയിട്ട് കാണുക എന്നുള്ളതാണ് ആദ്യത്തെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം. ജീവിതത്തെ തകർക്കുന്ന വിധം, സ്വപ്നങ്ങളെ തകർക്കുന്ന വിധം, ആഗ്രഹങ്ങളെ തകർക്കുന്ന വിധം, ബന്ധങ്ങളെ തകർക്കുന്ന വിധം, ജീവിതത്തിൽ രോഗം കൊണ്ട് തകർന്നു പോയ മനുഷ്യനെ അയാളുടെ വീട്ടിൽ പോയി കാണുക എന്നതാണ് പാലിയേറ്റീവ് കെയറിലെ ആദ്യത്തെ പ്രവർത്തനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് നേരമുണ്ടോ? സമയമുണ്ടോ? നമ്മൾ എന്താ പറയാ, അതിനൊന്നും എനിക്ക് നേരമില്ല, പൈസ വേണമെങ്കിൽ എത്രയും ചോദിച്ചോ, തരാം. എന്ത് ആവശ്യമുണ്ടെങ്കിലും പൈസ ചോദിച്ചോ. പ്രവർത്തിക്കാൻ സമയമുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശരിക്കും പറയാം, മക്കളെ കേൾക്കാൻ സമയമുണ്ടോ? സ്നേഹിക്കാൻ സമയമുണ്ടോ? തിരക്കാണ് തിരക്കാണ് തിരക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ പോലും നേരമില്ല. നേരമില്ല 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 പോലും. നേരം എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ നേരമില്ല പോലും. അത്രക്കും തിരക്കാണ്. അച്ഛന് മകനെ കേൾക്കാൻ സമയമില്ല, മകന് അച്ഛനെ കേൾക്കാൻ സമയമില്ല, ഭാര്യക്ക് ഭർത്താവിനെ കേൾക്കാൻ സമയമില്ല. മിക്ക ഭാര്യമാരും ചോദിക്കണ ചോദ്യം, കുറച്ച് സമയം തരുമോ, ഞാൻ പറയണതൊന്ന് കേൾക്കുവോ? ആണോ അല്ലേ? ആണോ അല്ലേ? ആണ്. തിരക്ക് പിടിച്ചോടെ എങ്ങോട്ട്? ജീവിതശൈലി രോഗങ്ങളിൽ അടിസ്ഥാനപരമായി വ്യായാമത്തിന് നേരമില്ല, വെള്ളം കുടിക്കാൻ നേരമില്ല, ഉറങ്ങാൻ നേരമില്ല, സ്നേഹിക്കാൻ നേരമില്ല, പരസ്പരം മനസ്സിലാക്കാൻ നേരമില്ല, അറിയാൻ നേരമില്ല, മക്കൾക്ക് കൊടുക്കാൻ നേരമില്ല, കുടുംബത്തിന് കൊടുക്കാൻ നേരമില്ല, അയൽപ്പക്ക ബന്ധങ്ങളെ സുദൃഢമാക്കാൻ നേരമില്ല. ഈ മത വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ക്രിസ്ത്യൻ അതുപോലെ തന്നെ മുസ്ലിം വേദഗ്രന്ഥങ്ങളിലൊക്കെ വളരെ ഗൗരവമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അയൽവാസി പട്ടിണി കിടക്കെ ആഹരിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ആണോ അല്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അയൽപ്പക്ക ബന്ധങ്ങൾ കൊടുക്കാം, പറയാം അയൽപ്പക്ക ബന്ധങ്ങൾ സുദൃഢമാക്കാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഇന്ന് അയൽപ്പക്കം ഉണ്ടോ? ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. അയൽപ്പക്കം ഉണ്ടോ? വലിയ വലിയ മതിൽക്കെട്ടുകൾ തീർത്ത്, വലിയ വലിയ മതിൽക്കെട്ടുകൾ തീർത്ത് അവനവനിലേക്ക് ചുരുങ്ങാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പള്ളികളുടെ എണ്ണം കൂടുന്നു, ആരാധനാലയങ്ങളുടെ എണ്ണം കൂടുന്നു, വിശ്വാസി സമൂഹത്തിൻ്റെ എണ്ണം കൂടുന്നു, പ്രഭാഷണങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും പാരായണങ്ങളുടെയും എണ്ണം കൂടുന്നു. പക്ഷെ മനുഷ്യർ അവനവനിലേക്ക് ചുരുണ്ട് അട്ട ചുരുളുന്നത് പോലെ ചുരുണ്ട് കൂടുന്നു. ജീവിതശൈലി എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ്. ഒന്ന് തിരക്കാണ്. 2, നമ്മളുടെ ജീവിതത്തെ എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് ആഹാരം, എന്തിനാണ് വെള്ളം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പെട്രോൾ പമ്പ് തുടങ്ങുന്നത് പോലെ ഡയാലിസിസ് സെന്റർ വേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എത്ര പെട്രോൾ പമ്പ് എരുമേലിയിലുണ്ടോ അത്രയും ഡയാലിസിസ് സെന്റർ വേണ്ടി വരും. നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ എരുമേലി പഞ്ചായത്ത് എരുമേലി പഞ്ചായത്തിൽ ഒരു 50, 100, 50, 60 പേർക്കെങ്കിലും ഡയാലിസിസ് ആവശ്യമുള്ളവർ ഈ സമയത്തുണ്ട്. അതിൽ കൂടാനാണ് സാധ്യതയുള്ളത്. 44 പേരുണ്ട്. അത് നിങ്ങളെ 10 വാർഡിൻ്റെ പരിസരത്തല്ലേ? അല്ലേ? പഞ്ചായത്തിൽ, എരുമേലി പഞ്ചായത്തിൽ 44 പേർ, ഒരാൾക്ക് 4 മണിക്കൂർ. ഇത് വൃക്ക രോഗമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ
ഡയാലിസിസ് മെഷീന്റെ മുന്നിൽ 4 മണിക്കൂർ കിടന്നു കൊടുക്കാൻ ആർക്കും ഒരു തിരക്കുണ്ടാവില്ല. 4 മണിക്കൂർ ആ മെഷീന് വേണം. ഒന്നടവിട്ട ദിവസങ്ങളിൽ എൻ്റെ 2 വൃക്കകൾ ചെയ്യുന്ന പണി ഒരു മെഷീൻ ചെയ്യണമെങ്കിൽ പരിപൂർണാർത്ഥത്തിലൊന്നും ചെയ്യാനുള്ള മെഷീൻ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. ആ മെഷീൻ, ഡയാലിസിസ് മെഷീന് 4 മണിക്കൂർ വേണം, കിടന്നു കൊടുക്കേണ്ടി വരും. ഒരു തിരക്കും ഉണ്ടാവില്ല. അപ്പോൾ ബിസിനസ് ഉണ്ടാവില്ല, അപ്പോൾ തിരക്കുണ്ടാവില്ല, അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ആ മെഷീന്റെ മുന്നിൽ 4 മണിക്കൂർ കിടന്നു കൊടുക്കേണ്ടി വരും. ഇവിടെയാണ് ഞാനും നിങ്ങളും നമ്മുടെ എരുമേലിയിൽ നിങ്ങളുടെ പീസ് മിഷൻ ട്രസ്റ്റിൻ്റെ പാലിയേറ്റീവ് കെയറിനെ ഏതർത്ഥത്തിൽ വികസിപ്പിച്ചു കൊണ്ടുപോകണം, എത്ര മനോഹരമായിട്ട് ഇതിനെ സംവിധാനിക്കണം, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും പങ്കാളികളാക്കിക്കൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി അതിമനോഹരമായ കേരളത്തിലെ മാതൃകാപരമായ ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനമാക്കിയിട്ട് സംവിധാനത്തെ വളർത്തിയെടുക്കണം. കാരണം എന്താ? എൻ്റെ നാളേക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ നാളേക്ക് വേണ്ടി വരുന്ന ഒരു കരുതലാണ് പാലിയേറ്റീവ് കെയർ. ജീവിതശൈലി കൊണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതശൈലി കൊണ്ട്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ ആലോചിച്ച് നോക്കുക. ടെൻഷൻ ഉണ്ടോ ഇല്ലേ? പ്രത്യേകിച്ച് ഞാൻ ഈ സൈഡിനോടാ ചോദിക്കുന്നത്. ടെൻഷൻ ഉണ്ടോ ഇല്ലേ? ഉണ്ട്, അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. ഇന്ന് നമ്മുടെ പിള്ളേർ LKG ക്ലാസ് തൊട്ട് ടെൻഷനാണ്. ഞാനൊരു കഥ പറയാം. കഥയല്ല, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നടന്ന ഒരു സംഭവം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് സംഭവം. ആ വീട്ടിൽ രാവിലെ തന്നെ എഴുന്നേറ്റ പാടെ അമ്മയും മകളും തമ്മിലുള്ള കലഹമാണ്. എന്താ കലഹം എന്ന് ചോദിച്ചാൽ, LKG പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി പറയുന്നു, കുട്ടി കരയുന്നു. അപ്പോൾ കുട്ടി കരയുമ്പോൾ അമ്മക്ക് അരിശമാണ്. അരിശം വന്നിട്ട് എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയാണ്, അമ്മ ഞാനിന്ന് സ്കൂളിലേക്കില്ല. അപ്പോൾ അരിശമൂത്ത് വീണ്ടും അമ്മ ചോദിക്കുന്നു, എന്താ സ്കൂളിൽ പോയാൽ എന്താ പ്രശ്നം? അപ്പോൾ ആ കുട്ടി പറയുന്നു, അമ്മേ എനിക്ക് സ്കൂളിൽ പോകാൻ മൂഡില്ല. LKG ക്ലാസ്സിലെ കുട്ടിക്ക് ആ കുട്ടിയേക്കാൾ വലിയ ടെൻഷൻ, ആ കുട്ടിയേക്കാൾ വലിയ സമ്മർദ്ദം, ആ കുട്ടിയേക്കാൾ വലിയ ഭാഷ, ആ കുട്ടിയേക്കാൾ വലിയ സ്വപ്നങ്ങൾ കുത്തി നിറക്കുകയാണ്. കതിനക്കുറ്റി ഇവിടെ അങ്ങനെ തന്നെയല്ലേ? ഈ കതിനക്കുറ്റിയിൽ മരുന്നിട്ടിട്ട് ഇഷ്ടികക്കട്ടകൾ അടിക്കറാണ് സാധാരണ. വലിയ ഹാമർ, വലിയ ഭാരം ഇട്ടിട്ട് അടിച്ച് സമ്മർദ്ദത്തിൽ ഭയങ്കര അടിച്ചാലാണ് അത് പൊട്ടുക. ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ ചെറുപ്രായത്തിൽ തന്നെ സമ്മർദ്ദങ്ങളുടെ വലിയ ലോകം തീർക്കുകയാണ്. ടെൻഷനാണ്. ആ കുട്ടി പറയാണ്, അമ്മ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, സ്കൂളിൽ പോകാൻ മൂടില്ല. ചെറുപ്രായത്തിൽ തന്നെ ടെൻഷൻ തുടങ്ങുകയാണ്. മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട് അമ്മക്ക് ടെൻഷൻ, അച്ഛനെയും അമ്മയെയും ഓർത്തിട്ട് മക്കൾക്ക് ടെൻഷൻ, സിലബസ് ഓർത്തിട്ട് കുട്ടികൾക്ക് ടെൻഷൻ, നമ്മൾ കൊടുക്കുന്ന വലിയ 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 സമ്മർദ്ദങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ടെൻഷൻ, ഭാര്യയ്ക്ക് ടെൻഷൻ, ഭർത്താവിന് ടെൻഷൻ, വല്യമ്മക്ക് ടെൻഷൻ, വല്യച്ഛന് ടെൻഷൻ, ബിസിനസ്സിൽ ടെൻഷൻ, രാഷ്ട്രീയത്തിൽ ടെൻഷൻ, കച്ചവടത്തിൽ ടെൻഷൻ, സൗഹൃദത്തിൽ ടെൻഷൻ, സന്തോഷമില്ലാതെ പോകുന്നു. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സത്യത്തിൽ എന്തിനാ ജീവിക്കണതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, സന്തോഷത്തിനായിരിക്കണം ജീവിക്കണത്. സന്തോഷം കിട്ടണം.
കുറച്ച് കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഭൂമിയിലേക്ക് പറന്നു വീണിട്ട് ഒരു 4-5 കൊല്ലം കുട്ടിയായിട്ട് പോയി. അത് കഴിഞ്ഞ് കുറേ കാലം സ്കൂളിൽ പോയി. ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ LP സ്കൂളിൽ പോയത് ആർക്ക് വേണ്ടിയാ? നിങ്ങളെല്ലാവരും LP സ്കൂളിൽ പോയത് ആർക്ക് വേണ്ടിയാ? സത്യസന്ധമായി മറുപടി പറയൂ. അച്ഛനും അമ്മക്കും വേണ്ടിയിട്ടാണ്. UP സ്കൂളിൽ പോയതോ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ടാണ്. 10ാം ക്ലാസ് പരീക്ഷ ഭയങ്കര എൻജോയ് ചെയ്ത് അടിപൊളിയായി എഴുതി ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? ഇല്ല. 10ാം ക്ലാസ്സിൽ പഠിച്ചതും സ്കൂളിൽ പോയതും കോഴ്സ് തിരഞ്ഞെടുത്തതും ഒക്കെ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നത് എൻ്റെ അച്ഛനും അമ്മക്കും വേണ്ടി, ഞാൻ UP സ്കൂളിൽ പോയത് എൻ്റെ അച്ഛനും അമ്മക്കും വേണ്ടി, ഞാൻ ഹൈസ്കൂളിൽ പോയത് എൻ്റെ അച്ഛനും അമ്മക്കും വേണ്ടി. സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു. പക്ഷേ അതേ നമ്മൾ ഇപ്പൊ കുട്ടികളോട്, നമ്മളെ മക്കൾ ആർക്ക് വേണ്ടിയാ പോണത്? ആർക്ക് വേണ്ടിയാ പോണത്? നമുക്ക് വേണ്ടി. അവർക്ക് വേണ്ടിയിട്ടായിട്ടില്ല. സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കൂ. നമ്മൾ നമുക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയതെന്നാ? നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയതെന്നാ? അതുകൊണ്ട് ഏറ്റവും പ്രധാനം ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ കൂടുകയാണോ കുറയുകയാണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, പ്രമേഹം കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. ഹൃദ്രോഗം കൂടുകയാണോ കുറയുകയാണോ? ക്യാൻസർ കൂടുകയാണോ കുറയുകയാണോ? വൃക്കരോഗം കൂടുകയാണോ കുറയുകയാണോ? സ്ട്രോക്ക് കൂടുകയാണോ കുറയുകയാണോ? എല്ലാത്തിൻ്റെയും കാരണം, അടിസ്ഥാനപരമായ കാരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ്. നമ്മൾ നന്നാവൂല. നന്നാവാൻ പോകുന്നില്ല. എന്താ കാരണം? പണം വെട്ടിപ്പിടിക്കുക എന്ന് പറയണത്, അധികാരം വെട്ടിപ്പിടിക്കുക എന്ന് പറയണത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ മതസ്ഥാപനങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പാണ് അല്ലേ? ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പള്ളിയിൽ തെരഞ്ഞെടുപ്പാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു തരം കാട്ടിക്കൂട്ടൽ, ജാട കാണിക്കൽ, പ്രകടനപരത, ആളാവാൻ ശ്രമിക്കല്, മനുഷ്യനെ സ്നേഹിക്കാൻ മറന്നുപോകുന്നു. ഇന്ന് ഏറ്റവും പരിശുദ്ധമായി നിൽക്കേണ്ട ഇടങ്ങളിലൊക്കെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ശരിയാണോ അല്ലേ? ശരിയാണോ അല്ലേ? വെറുപ്പിൽ, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞോടത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞോടത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നിട്ട് പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റാൻ ആളില്ല. ആശുപത്രിയില് പൈസ അടക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യനെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാൻ ആളില്ല. പ്രിയമുള്ളവരെ, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് തിരസ്കരിക്കപ്പെട്ട മനുഷ്യരോടുകൂടെയുള്ള, അവഗണിക്കപ്പെട്ട മനുഷ്യരോടുകൂടെയുള്ള ജീവിതം രോഗം കൊണ്ട് കഷ്ടപ്പെട്ട് എത്ര വലിയ പൈസ ഉണ്ടെങ്കിലും, ഞാൻ ചോദിക്കുന്നു, കരൾ രോഗം എന്ന് കേട്ടിട്ടുണ്ടോ? കരൾ ലിവർ ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ്. ഒരു ക്രോണിക് ലിവർ ഡിസീസ് വന്നാൽ അത് ലിവർ മാറ്റി വെക്കണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും? ലിവർ മാറ്റി വെക്കണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും? മതിയാവില്ല. ഒരു 60-70 ലക്ഷം, അതൊക്കെ ഈ 40 ലക്ഷം 50 ലക്ഷം എന്നൊക്കെ പുറത്തു പറയുന്ന ബില്ലാണ്. ആശുപത്രികൾ ഉള്ളുകട കയറി നോക്കിയാൽ ആ ബില്ല് വേറെ പലതും ഉണ്ടാവും. അതിലേക്ക് ഞാൻ വരുന്നു. ഒരു 60 ലക്ഷം 70 ലക്ഷം ഉറുപ്പ്യ വേണ്ടി വരും. ഈ ഹാളിലിരിക്കുന്ന നമ്മളുടെ സ്ഥിതി എന്തായിരിക്കും?
ഒരു 60 ലക്ഷം റുപ്യ കരൾ മാറ്റി വെക്കാൻ വേണ്ടി വന്നാൽ, കരളിനുള്ള ഒരു പ്രത്യേകത എന്താ? മനുഷ്യ ശരീരത്തിൽ കരളിന് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കഷ്ണം മതി, ഒരു കഷ്ണം മതി. അതുകൊണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ കരളെ എന്ന് വിളിച്ചു പോയത്. കാരണം ഒരു ചെറിയ കഷ്ണം മതി. മനുഷ്യ ശരീരത്തിൽ ഒരു കഷ്ണം കിട്ടിയാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു അവയവേ ഉള്ളൂ, അതിൻ്റെ പേരാണ് കരള്. ഒരു കഷ്ണം കിട്ടിയാൽ മതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരു 60 ലക്ഷം റുപ്യ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ഈ എരുമേലിയിൽ നിങ്ങളുടെ പ്രദേശത്ത് ഒരു 10-12 വാർഡ് പ്രദേശത്താണ് നമ്മുടെ ഇപ്പോൾ പീസ് മിഷൻ ട്രസ്റ്റ് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 10-12 വാർഡിലുള്ള ഒരു മനുഷ്യനും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന തീരുമാനത്തിൻ്റെ പേരാണ് പീസ് മിഷൻ ട്രസ്റ്റ്. ഒരാളും പട്ടിണി കിടക്കരുത്. ഇനി രോഗം വന്നു കഴിഞ്ഞ ഒരു മനുഷ്യനും ചികിത്സിക്കാൻ കാശ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടാവരുത്. ഈ ഹാളിൽ ഇരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ സാധ്യമാകുന്ന പരിപാടിയുടെ പേരാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഭയങ്കര റിസ്ക് ഉള്ള പണിയൊന്നുമല്ല. നമ്മുടെ ഈ ഹാളിൽ ഇരിക്കുന്ന ആളുകൾ ദൃഢമായ ബോധ്യത്തോടുകൂടി യാതൊരു തരം സങ്കുചിത മനോഭാവവുമില്ലാതെ രാഷ്ട്രീയപരമോ മതപരമോ പ്രാദേശികപരമോ സാമ്പത്തികപരമായോ യാതൊരു അകൽച്ചയുമില്ലാതെ വ്യത്യാസങ്ങളുമില്ലാതെ കട്ടക്കിങ്ങനെ തോളോട് ചേർന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, അറിയലിൻ്റെ, മനസ്സിലാക്കലിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ, പ്രശ്നപരിഹാരത്തിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ പേരായിരിക്കണം പാലിയേറ്റീവ് കെയർ. ഒരുമിച്ച് നിൽക്കുക. ആളുകളുടെ പ്രശ്നം അതിൽ മതമില്ല, രാഷ്ട്രീയമില്ല. ക്യാൻസറിന് മതമില്ലാത്തതുപോലെ, വൃക്കരോഗത്തിന് മതമില്ലാത്തതുപോലെ